എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Four of Pentacles, Hermit, Five of Swords, Ten of Swords, Three of Swords, Page of Cups. ആദ്യം തന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 3 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റിയൊരു സമയമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി, സ്ട്രെസ്സ് കാര്യങ്ങളും മനസ്സിന് എപ്പോഴും ഒരു സംശയമാണ് എല്ലാത്തിനും, എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. പല കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തതയില്ലായ്മ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം പ്രത്യേകം ശ്രദ്ധിക്കുക. മാസം 1-ാം തീയതി, ഇനി മലയാള മാസം 1-ാം തീയതി ആയിട്ട് ആണെങ്കിൽ പ്രത്യേകിച്ച് മലയാള മാസം 1-ാം തീയതി നിങ്ങൾ ഗണപതി ക്ഷേത്രം സന്ദർശിക്കുന്നതോ അല്ലെങ്കിൽ ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നതോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു വിഘ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ അത് സഹായകരമാകും. പിന്നെ ഈ ഒരു സമയം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവേ കഴിഞ്ഞ അടുത്ത കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, അതേപോലെ മാനസികമായിട്ടുള്ള ബന്ധങ്ങളിൽ, റിലേഷൻഷിപ്പ്, മണി, ഫിനാൻസ് ആൻഡ് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കുറച്ച് പരിതാപകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ നിന്നും മാറാൻ പറ്റുന്ന ഒരു സമയമാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ അടുത്ത മാസങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് മുന്നോട്ടേക്കുള്ള സാഹചര്യങ്ങൾ വരുന്നത്. ഒന്ന്, സാമ്പത്തിക കാര്യങ്ങൾ, മണി റിലേറ്റഡ് ആയിട്ട് ധനം എവിടെ ചിലവാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഒത്തിരി പൈസ അല്ലെങ്കിൽ കുറച്ച് പൈസ ചിലവാക്കുന്നു, ഇപ്പോൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ, വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ, മറ്റെന്തെങ്കിലും കാര്യത്തിന് ചിലവാക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കി വീട്ടിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച്. സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ അത് തുടങ്ങി വയ്ക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ അനാവശ്യ ചിന്തകൾ, സമ്പത്തിനെ കുറിച്ചിട്ട് ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. കാരണം ഇവിടെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു സമയമാണ്. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫിനാൻസ് ഒക്കെ ഒന്ന് ചിന്തിക്കാം. എന്താണ്, എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ FD അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഷെയർ ട്രേഡിംഗ്, അതേപോലെ മ്യൂച്വൽ ഫണ്ട്സ്, നിങ്ങൾ എന്തിലെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിപ്പോൾ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ സർവീസ് ബാങ്കിലോ മറ്റെന്തെങ്കിലും തരത്തിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്തെടുത്ത് എവിടെയാണ്, എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന, സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ സേവിങ്സും കാര്യങ്ങളൊക്കെ പൈസ അധികം ചിലവാക്കാതിരിക്കാനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ, സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ ഒരു സമയം. അതേപോലെ തന്നെ കഴിഞ്ഞു പോയ കാലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സങ്കടങ്ങളിൽ തന്നെ ഊന്നി നിൽക്കാതിരിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു. ചില ആളുകൾക്ക് അടുത്തിടയ്ക്ക് പ്രണയ നൈരാശ്യം, ഡിവോഴ്സൊക്കെ നടന്നിട്ടുള്ളവരായിരിക്കും. അതിലൂടെ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ കടന്നുപോയി. സങ്കടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചധികം നാളായിട്ടുണ്ടാവും ഇപ്പോൾ അത് കഴിഞ്ഞിട്ടും. ഇനിയും അതിൽ തന്നെ ചിന്തിച്ചിരുന്നത് കൊണ്ട് നിങ്ങളുടെ പങ്കാളിയായിട്ടുള്ള വ്യക്തി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാവാം. നിങ്ങളിപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ തന്നെ നിന്നതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാനാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പം അങ്ങനെ മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി, അതിനുള്ളൊരു അവസരം തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങളായിട്ട് അതിന് സ്റ്റെപ്സ് എടുത്താൽ മാത്രമേ, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എടുക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഇൻസ്പിറേഷൻ അത് കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. നമ്മൾ പറയുന്ന വെള്ളക്കുതിരപ്പുറത്ത് രാജകുമാരൻ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നിങ്ങളെ രക്ഷിക്കും എന്നുള്ളൊരു ചിന്തയുടെ ആവശ്യമില്ല. നിങ്ങൾ
നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഫൈൻഡ് ഇൻസ്പിറേഷൻ അഗെയിൻ, വീണ്ടും ഒരു ഇൻസ്പിറേഷൻ ജീവിക്കാനുള്ള നിങ്ങൾ കണ്ടെത്തുക. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊരു സിംഗിൾ മദറോ സിംഗിൾ ഫാദറോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളും മറ്റും നിങ്ങൾക്ക് നോക്കേണ്ടതുണ്ട്. ആ ഒരു ഇൻസ്പിറേഷൻ എന്തായാലും ലൈഫിൽ വീണ്ടും ജീവിക്കാനുള്ള പല കാര്യങ്ങളും കണ്ടെത്തുക. ജീവിതം ഇനിയും ബാക്കിയുണ്ട്, ഒത്തിരി ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ഹെർമിറ്റ് മോഡ് ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇത് അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൂടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇത് കഴിഞ്ഞു, ഇനി മുന്നോട്ടേക്ക് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് നിൽക്കുന്നുണ്ട് മുന്നോട്ടേക്ക്. പക്ഷേ അതിനാദ്യം ഈ ഒരു സങ്കടത്തിൽ നിങ്ങൾ പുറത്ത് കടക്കണം. ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു തീർച്ചയായിട്ടും പലരെ സംബന്ധിച്ചും. അപ്പോൾ ആ പെയിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുക, അത് കഴിഞ്ഞു. ചില ആളുകൾ ചിലപ്പോൾ ചതി വഞ്ചനയൊക്കെ പറ്റിയതായിരിക്കാം, നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ടാവാം നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചതിച്ചിട്ടുള്ള സിറ്റുവേഷൻ, സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം, മാനസികമായിട്ട് നിങ്ങളെ തളർത്തുന്ന രീതിയിൽ ചതിച്ചതാവാം. എന്ത് സിറ്റുവേഷൻ ആയാലും അതൊരു കഴിഞ്ഞ അധ്യായമാണ്, അത് കഴിഞ്ഞു നിങ്ങളുടെ ലൈഫിൽ നിന്ന്. അത് കറണ്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല, പാസ്റ്റ് ലൈഫാണ് നിങ്ങളുടെ എന്ന് മനസ്സിലാവും. ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ്, ഒരു പാർട്ട്ണർഷിപ്പ്, ഫ്രാക്ചേർഡ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കും, ചിലപ്പോൾ കഴിഞ്ഞു പോയ കരിയർ ആയിരിക്കും, ഒരു ഡിസ്കണ്ടിന്യൂഡ് കരിയർ പാത്തായിരിക്കും. ഇതൊക്കെ വളരെ നിങ്ങളുടെ ലൈഫിൽ നടന്നു പോയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്താണ് ലൈഫിൽ വേണ്ടത് എന്നുള്ളത് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു മനക്കരുത്തിന് ഒരു റിലീജിയസ്ലി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കാനും ശ്രമിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു സമയം പലരെ സംബന്ധിച്ച് ഇങ്ങനെ ദുർഘടമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ആത്മീയതയിലേക്ക് കൂടുതൽ അടുക്കുന്നു, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സമയമാണ്, നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലി കുറച്ച് കണക്റ്റഡ് ആവുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പലരും മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടും ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഹെർമിറ്റ് മോഡ് ആൻഡ് പേജ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പലരും നിങ്ങളുടെ ചില കഴിവുകൾ നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾക്കുണ്ടെന്ന് ചിന്തിക്കാത്ത ചില കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ചില കഴിവുകൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് ഫേസിലായിരിക്കും, നിങ്ങൾ ഒത്തിരി പ്രായമായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. പക്ഷേ ഇപ്പോഴായിരിക്കും നിങ്ങൾ അറിയുന്നത് ഇങ്ങനൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത്. കാരണം ഇതിനു മുമ്പ് നിങ്ങൾക്ക് അതിനൊന്നും സമയം ഉണ്ടായി കാണില്ല, ജീവിത പ്രാരബ്ധം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വീട്ടമ്മയായിരിക്കാം, നിങ്ങളുടെ ഈ ഒരു കഴിവ് നിങ്ങൾ കണ്ടെത്തുന്നു, നിങ്ങൾക്ക് ഇങ്ങനൊരു കഴിവുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളൊരു പ്രായമായിട്ടുള്ളൊരു വ്യക്തിയാണ്, റിട്ടയർ ആയി നിൽക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണ്, ഇതുവരെ ജോലി പുറത്തു പോയി ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് എങ്കിലും നിങ്ങളുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളെ ലൈഫിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫ് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു എന്നുള്ളതും. അതേപോലെ തന്നെ 5 ഓഫ് സോഡ്സ് ആൻഡ് 3 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ ഈ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഈ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കൂടിയും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആക്കി നിങ്ങൾക്ക് ഇതിനെ മാറ്റാം. കാരണം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഡിവോഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ, പ്രണയ നൈരാശ്യമൊക്കെ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾക്കൊരു ഭയങ്കരമായിട്ടൊരു വാശി വരുന്നത്, നിങ്ങളിങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന്. അങ്ങനെ പല ആളുകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോലിയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഗവൺമെൻറ് ജോലിക്കുള്ള സാധ്യതയുള്ള ഇനിയും നിങ്ങൾക്ക് അതിനുള്ള വയസ്സ് ബാക്കിയുണ്ടെങ്കിൽ അതിനു വേണ്ടി പഠിക്കുക, എക്സാം എഴുതി ജോലിക്കൊക്കെ ചേരാൻ പറ്റുന്ന അവസരമൊക്കെ. അതായത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ പറ്റുന്ന, ഇനി നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു വീട്ടമ്മയോ പ്രായമായിട്ടുള്ള റിട്ടയർമെൻറ്റ് ഫേസിലായിട്ടുള്ള ആളോ ഒരു കുട്ടി, ആ ഒരു 18 വയസ്സ് ആയിട്ടില്ലാത്ത ഒരാളാണെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളിത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം എന്താണോ, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന് ശ്രദ്ധിച്ചാൽ അതിനുവേണ്ടി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിൽ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജോലി മാറ്റത്തിന് പറ്റിയ സമയമാണ്. നിങ്ങൾ പുതിയ ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന സമയമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം. ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്.
വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതും. ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് മനസ്സിലാക്കുന്ന സമയം. അപ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, എല്ലാ സിറ്റുവേഷൻസും പോസിറ്റീവായിട്ട് തന്നെ വരും എന്നുള്ളത് അതോടുകൂടി ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.